ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുവരുന്നതാണ്. അവന്റെ മുഖം വളരെ ശാന്തമായിരുന്നു, പക്ഷേ അവനെ വധശിക്ഷയ്ക്കായിരുന്നു വിധിച്ചിരുന്നത്. ആ ഒരു ഭാവമേ അവന്റെ മുഖത്തുണ്ടായിരുന്നില്ല. അവനെ പ്രത്യേകതയുള്ള ഒരു സെല്ലിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. പല കുറ്റവാളികളും വന്ന് അവനെ പരിചയപ്പെടാനും സംസാരിക്കാനും എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അവൻ എല്ലാവരോടും മാന്യമായി തന്നെ സംസാരിക്കുന്നു. പിന്നീട് വെറുതെ നിൽക്കുമ്പോൾ അവൻ പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. അസഹനീയമായ ഒരു ചെറുപ്പകാലമായിരുന്നു. അവന്റെ അമ്മ കോൾ ഗേൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരുടെ കളിയാക്കൽ കുറെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം രക്ഷപ്പെടുത്തി ഒരു അച്ഛനാണ് അവനെ സംരക്ഷിച്ചിരുന്നത്. അവന്റെ ജോലി പെയിന്റിംഗ് ആയിരുന്നു. നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അവൻ വാടകയ്ക്ക് താമസിച്ചിരുന്നതിന്റെ അടുത്ത് 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവിടെ അവർ ചെയ്തിരുന്ന ജോലി വളരെ വൃത്തികെട്ട ജോലിയായിരുന്നു. ഒരു ദിവസം അവൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഓടി അകത്തേക്ക് വരുന്നു. എന്നെ വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പൊളിക്കുന്നു. അപ്പോൾ ആ 2 സ്ത്രീകളിൽ ഒരു സ്ത്രീ വന്ന് ജയ ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ഇങ്ങോട്ട് വരേണ്ട കാര്യം ജയക്ക് എന്താണ് എന്ന്. അവർ എന്തെല്ലാമോ പിറുപിറുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. സത്യൻ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, എന്താണ് ഇന്ന് പോയില്ലേ എന്ന്. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ അങ്ങനെ പോകില്ല, എന്റെ അനിയത്തിമാരെയും വിടില്ല എന്നെല്ലാം പറഞ്ഞ് അവൾ കരയുന്നു. അപ്പോഴാണ് അവൻ ആ 2 സ്ത്രീകളുടെയും മക്കളല്ല ഈ 3 പെൺകുട്ടികൾ എന്ന്, ഇവർക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന് അവന് മനസ്സിലാകുന്നു. ആ പെൺകുട്ടികളുടെ വലിയമ്മയും ചെറിയമ്മയും ഈ പണിക്ക് അവരെ നിർബന്ധിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. ആ 3 പെൺകുട്ടികളും ഇവനെ അല്ലറ ചില്ലറ പണികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, ബുക്കും സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളും ഞാൻ മേടിച്ചു തരാം, ഇവിടെ എന്നെ സഹായിക്കുന്നതിന് ഒരു ശമ്പളമായി കൂട്ടിയാൽ മതി എന്ന്. ഇവിടെ വന്നിരുന്ന് പഠിച്ചോളൂ എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. ജയയ്ക്ക് അവനോട് വേറെ തരത്തിലുള്ള ഇഷ്ടം തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ വാടക വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അവൻ പെയിന്റ് ചെയ്തു വെച്ചിരിക്കുന്ന ജയയുടെ ഫോട്ടോ കാണുന്നു. അച്ഛൻ പറയുന്നു, നിന്നെ എറണാകുളത്ത് ഒരു നല്ല ജോലിയിൽ ഏർപ്പാടാക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. സത്യം പറയുന്നു, അത് വേണ്ട അച്ഛോ, എനിക്ക് ഇവിടെ യാതൊരു കുഴപ്പവുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തുടർന്ന് പോയിക്കൊള്ളാം എന്ന്. അപ്പോഴാണ് ജയ നേരിട്ട് അവിടെ എത്തുന്നത്. ആ ഫോട്ടോയും ജയയുടെ മുഖവും മാറി മാറി അച്ഛൻ നോക്കുന്നുണ്ട്. അച്ഛന് മനസ്സിലാവുന്നു സത്യന് ജയയോട് ഇഷ്ടമുണ്ട് എന്ന്. ഈ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നമുക്ക് നടത്താം എന്നെല്ലാം പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം അവൻ ജയിലിൽ കിടന്ന് ഓർക്കുന്നതാണ്. അവനെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ വധശിക്ഷയ്ക്ക് ഇളവ് കിട്ടാൻ വേണ്ടി വീണ്ടും അപ്പീൽ കൊടുക്കാൻ നിർബന്ധിക്കുന്നു. അതിന് അവനെ കൊണ്ട് ഒപ്പിടിക്കുന്നുണ്ട്. അവിടേക്ക് സ്ഥലം മാറി വന്ന ഒരു ഡോക്ടർ അവനോട് സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ വിജയിയുടെ അച്ഛനാണ് എന്ന്. അപ്പോൾ അവൻ ഞെട്ടി നിൽക്കുന്നു. പിന്നീട് അവൻ ആലോചിക്കുകയാണ് വിജയ് ആരാണെന്നും അവനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് എന്നെല്ലാം. അവനെ കാണാൻ അവിടേക്ക് അച്ഛൻ വരുന്നു. അച്ഛനോട് അവൻ പറയുന്നു, അച്ഛൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇങ്ങനെ എന്നെ കാണേണ്ടിയിരുന്നില്ല എന്ന് അവൻ സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നു, ഇത് ഒന്നിന്റെയും ഒരു അവസാനവുമല്ല, പല വഴികളുമുണ്ട്, ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ പോയാലും നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തി എടുക്കും എന്നെല്ലാം അച്ഛൻ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അച്ഛൻ അവിടെ നിന്നും പോകുന്നത് ഡോക്ടറുടെ വീട്ടിലേക്കാണ്. അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ഡോക്ടറോട് അവന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഡോക്ടർ പറയുന്നു, അച്ഛൻ എങ്ങനെ രക്ഷിക്കാൻ നോക്കിയാലും അവൻ രക്ഷപ്പെടില്ല, ഒരാളെയോ 2 ആളെയോ അല്ല അവൻ കൊന്നിരിക്കുന്നത്, 4 ആളെയാണ് എന്ന്. കണ്ണീരോടെയല്ലാതെ ഈ പടം കണ്ടു തീർക്കാനാവില്ല. അടുത്ത പാർട്ടിന് വേണ്ടി ഒന്ന് സബ് ചെയ്തേക്കണേ.